ഭാരം ദുഃഖമേറിയപ്പോ, മനം നൊന്തു കലങ്ങിയപ്പോൾ ചാരെ അണഞ്ഞു ആശ്വാസം നൽകി നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേ കിടാതിരുന്നിടുമോ. വിശുദ്ധ മത്തായി 7:12. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഒരാൾ പരാതികളുമായി ഗുരുനാഥനടുത്തെത്തി. എൻ്റെ കൂടെയുള്ള ആരും ശരിയല്ല, എല്ലാവരും സ്വാർത്ഥരാണ്, ഭാര്യയും മക്കളും ജോലിക്കാര് പോലും. ഗുരു അയാളെയും കൂടെ 2 കുട്ടികളെയും കൂട്ടി 100 കണ്ണാടികൾ സ്ഥാപിച്ചിരിക്കുന്ന ഒരു മുറിയിലെത്തി. ആദ്യത്തെ കുട്ടി ചിരിച്ചുകൊണ്ട് മുറിയിൽ കയറിയപ്പോൾ 100 പേർ ചിരിക്കുന്നു, കൈയടിച്ചപ്പോൾ 100 പേർ കൈയടിക്കുന്നു. രണ്ടാമത്തെ കുട്ടി പ്രസാദമില്ലാത്ത മുഖവുമായി കയറിയപ്പോൾ ഉള്ളിൽ നിരാശരായ 100 പേർ. ദേഷ്യപ്പെട്ട് മുഷ്ടി ചുരുട്ടിയപ്പോൾ 100 പേരും അത് തന്നെ ചെയ്യുന്നു. പ്രിയരെ, നമ്മൾ കൊടുക്കുന്നതെന്തോ അത് തന്നെ തിരിച്ചു തരും ഈ ലോകം. അതുകൊണ്ട് നല്ലത് ചിന്തിച്ച് നന്മ മാത്രം പ്രവർത്തിച്ച് നമുക്ക് ജീവിക്കാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സ്നേഹബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. നന്മ ചെയ്യുന്നതിൽ മുന്നിട്ട് നിൽക്കുവാൻ കൃപ ചെയ്യണമേ. ക്രിസ്തുയേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ.